ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും അധികം സെയിൽസ് വന്നിട്ടുള്ള ടോപ്പ് 10 സെഡാൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്ത്യൻ മാർക്കറ്റിൽ സെഡാൻസിന് പൊതുവെ കുറച്ച് ഡിമാൻഡ് കുറവാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം. പക്ഷേ ഇവിടെ 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ടൊയോട്ടയുടെ ക്യാമറയാണ്. ക്യാമറയുടെ സെയിൽസ് അത്യാവശ്യം കുഴപ്പമില്ല, കാരണം പറഞ്ഞു വരുമ്പം ഇതിവിടെ ലോക്കലിൽ ഉണ്ടാക്കുന്ന വണ്ടിയൊന്നും അല്ല. കഴിഞ്ഞ മാസം 143 വാഹനങ്ങളുടെ സെയിൽസാണ് ക്യാമറയ്ക്ക് ലഭിച്ചത്. മന്ത് ഓൺ മന്തിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മെയ് മാസത്തിൽ 122 വാഹനങ്ങളുടെ സെയിൽസും ക്യാമറയ്ക്ക് ലഭിച്ചായിരുന്നു. അതായത് 21 വാഹനങ്ങളുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. 17.21% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. സർപ്രൈസിംഗ്ലി നമ്മുടെ ഈ ലിസ്റ്റിൽ ആകെപ്പാടെ 3 വാഹനങ്ങൾക്ക് മാത്രമേ ഗ്രോത്ത് ഉള്ളൂ. ഒന്നുകൂടെ സർപ്രൈസിംഗ് ആയിട്ട് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം ക്യാമറ തന്നെയാണ്. അതിപ്പം റീസൺ നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ മിക്ക വീഡിയോസിലും പറയുന്നതാണ്. ലോ വോളിയം സെയിൽസ് ആകുമ്പം ചെറിയ ഡിഫറൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഗ്രോത്ത് പെർസെൻറ്റേജോ അല്ലെങ്കിൽ ഇപ്പോൾ ഡീ ഗ്രോത്ത് വരികയാണെങ്കിൽ അതൊക്കെ ഭയങ്കര കൂടുതലായിട്ട് നിൽക്കും. പക്ഷേ അതേസമയം സെയിൽസ് കൂടുന്നതനുസരിച്ച് ഇപ്പോൾ വണ്ടികളുടെ വ്യത്യാസം കുറച്ച് അധികം ഉണ്ടെങ്കിലും ഈ പെർസെൻറ്റേജ് കണക്കെടുക്കുമ്പോൾ അത് കുറവായിരിക്കും. ഇനി അടുത്തതായി 9th പൊസിഷനിൽ നിൽക്കുന്നത് നമ്മുടെ മാരുതി സുസുക്കിയുടെ സിയാസ് ആണ്. കുറേ കാലമായിട്ട് പ്രത്യേകിച്ച് ഒരു അപ്ഡേറ്റും ഇല്ലാതെ കിടക്കുന്ന വാഹനമാണ്. പക്ഷെ എന്നാൽ പോലും വളരെ ഡീസൻ്റ് ആയിട്ടുള്ള സെയിൽസിന് കിട്ടുന്നുണ്ട് എന്ന് പറയാം. ആക്ച്വലി സുസുക്കിയുടെ സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ വളരെ കുറവാണ് ഇതിൻ്റെ സെയിൽസ്. കഴിഞ്ഞ മാസം ജസ്റ്റ് 572 വാഹനങ്ങൾ സെയിൽ മാത്രമേ ഇതിന് കിട്ടിയുള്ളൂ. സാധാരണഗതിയിൽ പണ്ടൊക്കെ ഇത്രയൊക്കെ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ പോലും 1000-നടുത്തൊക്കെ കിട്ടാറുള്ളതായിരുന്നു. മെയ് മാസത്തിലും 730 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയതാണ്. പക്ഷേ എന്തായാലും കഴിഞ്ഞ മാസം നല്ല വ്യത്യാസം വന്നു. 158 വാഹനങ്ങളുടെ സെയിൽസിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അതുപോലെ 21.64% ഡീ ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഹൈ ഡീ ഗ്രോത്ത് റേറ്റ് ആണ്. കൂട്ടത്തിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്ന ഒരു വാഹനമാണ് നമ്മുടെ സിയാസ്. ഇതിനകത്ത് കുറച്ചൊക്കെ അപ്ഗ്രേഡ്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഓർക്കുകയാണെങ്കിൽ ഇനിയും സുഖമായിട്ട് വിൽക്കാൻ പറ്റും. പക്ഷേ അതവർ ചെയ്യുന്നില്ലാത്തതാണ് പ്രശ്നം. ഇനി അടുത്തതായി 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹോണ്ട സിറ്റി ആണ്. ഈ വണ്ടിയുടെ അവസ്ഥയും വളരെ മോശമാണ്. ശരിക്കും ഹോണ്ട ഈ വണ്ടിക്ക് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് എനിക്കറിയില്ല. കാരണം ഇതിപ്പോൾ 2020 ഇറങ്ങിയതാണ്. കഴിഞ്ഞ വർഷം അവർ ഇതിനൊരു ഫേസ് ലിഫ്റ്റ് പോലെ കൊടുത്തു. പക്ഷേ എന്നാൽ പോലും സെയിൽസിൻ്റെ കാര്യത്തിൽ വളരെ മോശമായിട്ടാണ് ഇപ്പോൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം ജസ്റ്റ് 859 വാഹനങ്ങൾ സെയിൽ മാത്രമേ ഇതിന് കിട്ടിയിട്ടുള്ളൂ. മെയ് മാസത്തിൽ 1054 വണ്ടികൾ സെയിൽ കിട്ടിയതാണ്. സ്റ്റിൽ കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ എന്നാലും ജൂൺ മാസത്തിലെ സെയിൽസ് വളരെ മോശമായി പോയി. 195 വാഹനങ്ങളുടെ വ്യത്യാസമുണ്ട്. 18.5% ഡീ ഗ്രോത്ത് റേറ്റ് ഉണ്ട്. ഇതിപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും കുറവ് ഡീ ഗ്രോത്ത് പെർസെൻറ്റേജ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം വേറെ വണ്ടികൾക്ക് 19 ഉള്ളതുണ്ട്, 20 ഉള്ളതുണ്ട്, 20.5 അങ്ങനെയൊക്കെ ഡീ ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതുമായിട്ടൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ പറ്റാത്തത്. പക്ഷേ എന്തായാലും സെയിൽസിൻ്റെ കാര്യത്തിൽ വളരെ മോശമായിട്ടാണ് ഇപ്പോൾ സിറ്റി പെർഫോം ചെയ്യുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ചിലപ്പോൾ എലിവേറ്റിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനൊക്കെ വേണ്ടി ആയിരിക്കാം. പക്ഷേ അതിന് സിറ്റിയുടെ പ്രൊഡക്ഷൻ ഇത്രയും കുറയ്ക്കുണ്ടായിരുന്നു. ഇനി അടുത്തതായി 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ സ്കോഡയുടെ സ്ലാവിയാണ്. പണ്ടൊക്കെ സ്ലാവിയേക്കാളൊക്കെ ഒരുപാട് മുന്നിലായിരുന്നു സിറ്റി സെയിൽസിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ അതൊക്കെ മാറി. ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം 1230 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ഇതിൽ നല്ല ഡീ ഗ്രോത്ത് വന്നിട്ടുണ്ട്. മെയ് മാസത്തിൽ 1538 വാഹനങ്ങളുടെ സെയിൽസ് ഉണ്ടായിരുന്ന സ്ലാവിയാണ് കഴിഞ്ഞ മാസം ഇത്രയും താഴത്തോട്ട് പോയത്. അതായത് 308 വാഹനങ്ങളുടെ വ്യത്യാസവും 20.03% ഡീ ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ മൂന്നാമതായി ഏറ്റവും ഹയസ്റ്റ് ഡീ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വണ്ടി കൂടിയാണ് നമ്മുടെ സ്കോഡയുടെ സ്ലാവിയ. ഇത്രയും ഡീ ഗ്രോത്ത് വരേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ എന്തായാലും സെയിൽസിൽ പ്രൊഡക്ഷനിൽ അവർ അത്രയും ഒരു കട്ട് ഷോട്ട് വരുത്തിയിട്ടുണ്ട്. അത് പക്ഷേ ഇതിൻ്റെ കൗണ്ടർപ്പെട്ടത്, അതായത് നമ്മുടെ വെർട്ടസ് ഒരുപാട് മുകളിലേക്കും പോയിട്ടുണ്ട്. നിങ്ങൾക്ക് അധികം വൈകാതെ തന്നെ മനസ്സിലാവും. എന്നെ ഞെട്ടിച്ച അടുത്ത വാഹനം ടിഗോർ ആയിരുന്നു. ടിഗോർ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മാസമൊക്കെ അത്യാവശ്യം ഡീസൻറ്റ് സെയിൽസ് കിട്ടിയ വണ്ടിയാണ്. മെയ് മാസത്തിൽ 2098 വാഹനങ്ങളുടെ സെയിൽസിന് കിട്ടിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ജൂൺ മാസത്തിൽ വെറും 1371 വാഹനങ്ങളുടെ സെയിലേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. 727 വാഹനങ്ങളുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. 34.65% ഡീ ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ നമുക്ക് പറയാവുന്നതിൽ വെച്ച് ഏറ്റവും ഹയസ്റ്റ് ഡീ ഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന ഒരു വണ്ടി കൂടിയാണ് ടിഗോർ. ഇതിൻ്റെ അകത്ത് ഇലക്ട്രിക്, CNG, പെട്രോൾ അങ്ങനെ ഇഷ്ടംപോലെ വേർഷൻസ് ഉണ്ടായിട്ട് പോലും ഇപ്പോൾ ഇതിൻ്റെ സെയിൽ കുറഞ്ഞു. പണ്ട് ടിഗോറിൻ്റെ അവസ്ഥ ഇതായിരുന്നു. പക്ഷേ ഇവർ ഇത്രയും പല പവർ ട്രെയിൻ ഓപ്ഷൻസ് ഒക്കെ കൊണ്ടുവന്ന് അപ്ലിഫ്റ്റ് ചെയ്തെടുത്താണ് ടിഗോർ. ഇപ്പോൾ പിന്നെയും പഴയ പോലെ ആയി. കാരണം ടാറ്റയ്ക്ക് തന്നെ കോമ്പറ്റീഷനിൽ വേറെ വണ്ടികൾ വന്നു തുടങ്ങി. ഇപ്പോൾ 5GB ഒക്കെ വന്നതിന് ശേഷം മിക്കവാറും ആൾക്കാർ ടിഗോർ എടുക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ സെയിൽസ് ഇപ്പോൾ ഇത്രയും താഴെ പോയത്. പക്ഷേ എന്തായാലും ഇനിയിപ്പോൾ ടാറ്റയ്ക്ക് ഇതിൻ്റെ അകത്തൊന്നും കൊണ്ടുവരാനില്ല ഇതിൻ്റെ സെയിൽസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട്. ഇനി അടുത്തതായി 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹ്യുണ്ടായുടെ പുതിയ ജനറേഷൻ വെർണയാണ്. ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം 1424 വാഹനങ്ങളുടെ സെയിൽസാണ് കിട്ടിയത്. മെയ് മാസത്തിൽ 1381 വണ്ടികളുടെ സെയിൽസ് ഉണ്ടായിരുന്നുള്ളൂ. ചെറിയ വ്യത്യാസമുണ്ട്. 43 വണ്ടികളുടെ വ്യത്യാസവും 3.11% ഗ്രോത്ത് റേറ്റും ഉണ്ട്. ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ആകെപ്പാട് 3 വണ്ടികൾക്ക് ഗ്രോത്ത് ഉള്ളൂ എന്ന്. അങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ടാമതായി ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം ഇതാണ് എന്ന് പറയാം. പക്ഷേ വലിയ ഗ്രോത്ത് ഒന്നും അങ്ങനെ വന്നായിട്ട് ശരിക്കും നമുക്ക് ജസ്റ്റ് നോക്കുന്ന സമയത്ത് തോന്നുന്നില്ല. ഓൺ പേപ്പർ മാത്രമാണ് ഞാൻ ആ ഒരു
ബേസിസിൽ പറഞ്ഞാൽ എന്തായാലും പണ്ടൊക്കെ ഈ വാഹനത്തിന് 2000, 3000, 4000 വരെയൊക്കെ സെയിൽസ് പോയിട്ടുണ്ടായിരുന്നു. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ വളരെ മോശം സെയിൽസാണ് വെർണയ്ക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഇനീഷ്യലി അവർ ലോഞ്ച് ടൈമിൽ ആൾക്കാർ നല്ല ഹൈപ്പൊക്കെ കൊടുത്തെടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഈ വാഹനത്തിൻ്റെ മാർക്കറ്റ് കുറച്ച് ഡൗൺ ആയിപ്പോയി. പക്ഷേ ഇപ്പോഴും മാർക്കറ്റിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ഫോക്സ്വാഗൻ വെർട്ടസ്. എബോവ് 4 മീറ്റർ സി സെഗ്മെൻറ്റ് സെഡാൻസിന് കാറ്റഗറി എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസം അതിന് മുന്നത്തെ മാസം ബെസ്റ്റ് സെല്ലിംഗ് വാഹനമായിരുന്നു നമ്മുടെ വെർട്ടസ്. കഴിഞ്ഞ മാസം ഈ വാഹനത്തിന് 1656 വാഹനങ്ങൾ സെയിൽസ് കിട്ടിയതാണ്. മെയ്യിൽ 1610 വാഹനങ്ങൾ സെയിൽസ് ആയിരുന്നു. അതായത് 46 വണ്ടികളുടെ വ്യത്യാസവും 2.86% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. പറഞ്ഞു വരുമ്പം ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് കിട്ടിയ വണ്ടി ഇതാണ്, ഓർ മേ ബി ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് കിട്ടിയ വണ്ടി ഇതാണ് എന്നും പറയാം. പക്ഷേ അറ്റ്ലീസ്റ്റ് ഇതിന് ഗ്രോത്ത് ഉണ്ട്. ആൻഡ് ഇപ്പം സ്ലാവിയുടെയൊക്കെ സെയിൽ താഴെ പോയ പോലെ ഇതിൻ്റെ സെയിൽ അങ്ങനെ അങ്ങോട്ട് താഴത്തേക്കൊന്നും പോയിട്ടില്ല, കുറച്ച് മുകളിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. ഈ ഒരു റേഞ്ചൊക്കെ പിടിച്ച് പോയാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ 2000-നടുത്തൊക്കെ അവർക്ക് സെയിൽ പിടിക്കാൻ പറ്റുമെങ്കിൽ അത് ബെസ്റ്റ് ആവും. കാരണം ഇപ്പം ഇതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന വണ്ടി വരെ 2000-നേക്കാൾ താഴെയാണ് സെയിൽസ് നിൽക്കുന്നത്. അപ്പോൾ ടോപ്പ് 3 ബെസ്റ്റ് സെല്ലിംഗ് സെഡാൻസിൽ നമ്മുടെ വെർട്ടസിന് കയറാൻ പറ്റും. പക്ഷേ ഇത് പണ്ടങ്ങനെ 2000-നടുത്ത് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോഴാണ് ഈ 1600 റേഞ്ചിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ തേർഡ് പൊസിഷനിൽ ഇപ്പോൾ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹോണ്ടയുടെ അമേസ് ആണ്. ഇതിനങ്ങനെ ഭയങ്കര വലിയ സെയിൽസ് ഒന്നും ഇപ്പോൾ കിട്ടുന്നില്ല. ജൂൺ മാസത്തിൽ 1794 വാഹനങ്ങളുടെ സെയിൽസ് മാത്രമാണ് ഇതിന് കിട്ടിയത്. മെയ്യിൽ 2215 വണ്ടികളുടെ സെയിൽസ് ഉണ്ടായിരുന്നു. അത് പിന്നെയും കുഴപ്പമില്ലെന്ന് പറയാം. പക്ഷേ എന്തായാലും ഇതിൻ്റെ സെയിൽസ് ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് പണ്ടത്തെ അത്ര ഒന്നുമില്ല. ഈ ഫേസ് ലിഫ്റ്റ് ഇറക്കിയ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് 6000 വണ്ടികളുടെ സെയിൽസ് എന്താണ് ഇതിൻ്റെ ഒരു മാസം കിട്ടിയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ വല്ലാണ്ട് താഴത്തേക്ക് വന്നു. വ്യത്യാസമാണെങ്കിൽ പോലും 421 വാഹനങ്ങളുടെയും ഡീഗ്രോത്ത് പെർസെൻറ്റേജ് 19.01% ആണ്. സോ അത്യാവശ്യം നല്ല ഹൈ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് തന്നെ ഈ ഒരു വാഹനത്തിന് വന്നിട്ടുണ്ട്. പക്ഷേ ഈ വാഹനത്തിന് അറ്റ്ലീസ്റ്റ് ഇനിയിപ്പോൾ പുതിയൊരു ജനറേഷൻ അപ്ഡേറ്റ് കിട്ടാൻ പോവുകയാണ് എന്നെങ്കിലും പറയാം. ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം സ്റ്റാർട്ടിങ്ങോട് കൂടി അത് വരും. അതുകൊണ്ട് നിങ്ങളിപ്പം അമേസ് കൺസിഡർ ചെയ്യണം എന്ന് ഞാൻ പറയില്ല. അറ്റ്ലീസ്റ്റ് ആ ഒരു പുതിയ ജനറേഷൻ അപ്ഡേറ്റിലെങ്കിലും ഇതിൻ്റെ സെയിൽ കൂടിയാൽ മതി, അല്ലെങ്കിൽ പിന്നെ വീണ്ടും പണിയാവും. ഇനി അടുത്തതായി സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹ്യുണ്ടായുടെ ഓറയാണ്. ഈ വണ്ടി ഇപ്പോഴും അത്യാവശ്യം മോശമില്ലാത്ത സെയിൽസ് പിടിച്ച് നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം 4299 വാഹനങ്ങളുടെ സെയിൽസിന് കിട്ടിയതാണ്. മെയ്യിലും 4433 വാഹനങ്ങളുടെ സെയിൽസ് ഉണ്ടായിരുന്നു. സംഭവം ചെറിയ വ്യത്യാസമാണ്, 134 വാഹനങ്ങളുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. 3.02% ഡീഗ്രോത്ത് റേറ്റും ഉണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് സെയിൽസ് പിടിച്ച് പോകുന്നതുകൊണ്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 4000-ന് മുകളിൽ സെയിൽ പിടിച്ച് പോകുന്നതുകൊണ്ട് നമുക്കതങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ബാക്കി വണ്ടികളിലൊക്കെ സെയിൽ മിക്കവാറും ഒക്കെ 2000-ന് താഴെയാണല്ലോ. അപ്പോൾ അതിന് മുകളിൽ ഇത് വരുന്നു എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു കാര്യം തന്നെയാണ്. ഈ വണ്ടിയിലും നമുക്ക് പെട്രോൾ, CNG തുടങ്ങിയ വേർഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇപ്പോഴും പിടിച്ച് നിൽക്കുന്നത്. പക്ഷേ അത് ടിഗോറിലും ഉണ്ട്, എന്നിട്ട് അത് താഴെ പോയി. ഇനിയിപ്പോൾ നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഏതാണെന്ന് നമുക്കൊക്കെ അറിയാം. മാരുതി സുസുക്കിയുടെ ഡിസയർ ആണ്. ഇതിന് ഈ വർഷം അവസാനത്തോടു കൂടി ഒരു പുതിയ ജനറേഷൻ അപ്ഡേറ്റ് വരും. എന്നാലും നല്ല സെയിൽസ് തന്നെ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ മാസം 13421 വാഹനങ്ങളുടെ സെയിൽസാണ് ഡിസയറിന് കിട്ടിയത്. ഒരിക്കലും 10000-ന് താഴെ പോകാത്ത വണ്ടി എന്ന് പറയേണ്ടി വരും ഈ കഴിഞ്ഞ വർഷത്തിലൊക്കെ. മെയ് മാസത്തിൽ 16061 വാഹനങ്ങളുടെ സെയിലും കിട്ടിയതായിരുന്നു. 2640 വാഹനങ്ങളുടെ വ്യത്യാസം 16.44% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഇത്രയും ഡിഫറൻസ് വണ്ടികളുടെ കാര്യത്തിൽ സെയിൽസിൽ വന്നിട്ട് പോലും ഹൈ വോളിയം സെയിൽസ് ആയതുകൊണ്ടാണ് നമുക്ക് ഡീഗ്രോത്ത് പെർസെൻറ്റേജിൻ്റെ കാര്യത്തിൽ ടിഗോറിൻ്റെ അടുത്ത് പോലും എത്താത്തത്. അതിൻ്റെ ടിഗോറിൻ്റെ പകുതിയിൽ താഴെയാണ് ഇതിൻ്റെ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ളത്. എന്തായാലും പുതിയ ജനറേഷൻ അപ്ഡേറ്റ് വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് കൂടുതൽ ഫീച്ചേഴ്സ്, ബെറ്റർ ഡിസൈൻ അതൊക്കെ തീർച്ചയായും വരും. ഗൈസ്, അപ്പോൾ ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ 10 സെഡാൻസിൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്ക്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.